MLA ഫണ്ടിൽ നമ്മൾ നിർമ്മിക്കുന്ന പാർക്ക് അതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ പോവുകയാണ്. ആദ്യം 90 ലക്ഷം, പിന്നെ 50 ലക്ഷം രണ്ട് തവണയായിട്ട് MLA ഫണ്ടിൽ പണം അനുവദിച്ചിരുന്നു. അപ്പൊ അതിന്റെ നിർമ്മാണം ഇപ്പൊ ഏകദേശം പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെങ്കിൽ തടസ്സമുണ്ടായിരുന്നത് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തണമായിരുന്നു. അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി MLA, അതുപോലെ തന്നെ പട്ടാമ്പിയിലെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അതോടൊപ്പം തഹസിൽദാർ, ഇറിഗേഷന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ കളക്ടർ, DTPCയുടെ സെക്രട്ടറി, ഇവരെല്ലാം കൂടിയിട്ടുള്ളൊരു കമ്മിറ്റിക്കാണ് ഈ നടത്തിപ്പിന്റെ ചുമതല. അപ്പൊ അത് ആ നടത്തിപ്പിന്റെ ചുമതല തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാലതാമസം എടുത്തത്. കാരണം അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ചില പെർമിഷനുകളും മറ്റും ഗവൺമെന്റിൽ നിന്ന് കിട്ടണമായിരുന്നു. അപ്പൊ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ടെൻഡർ ചെയ്തു. ആ ടെൻഡർ ഇപ്പൊ ഏകദേശം അത് തീരുമാനമായി കൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ചുമതല കൊടുക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് പാർക്കില് ഇപ്പൊ നിലവിലുള്ള നമ്മളെ സൗകര്യങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും അടുത്ത ഘട്ടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയാണ് ഇറിഗേഷന്റെ ഇതിലാണ് പാർക്ക് എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിട്ടുള്ളത്. 11-ാം തീയതി, ഈ ഓഗസ്റ്റ് 11-ാം തീയതിയാണ് മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പട്ടാമ്പിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള അമൃത് കുടിവെള്ള പദ്ധതി, പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ളത്തിന് നമ്മൾ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി അമൃത് 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അതിന്റെ നിർമ്മാണവും ആരംഭിക്കുകയാണ്. കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും ജലജീവന്റെ പദ്ധതി വന്നു. അതുപോലെ നഗരസഭയിൽ അമൃത് പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുകയാണ്. അതിന്റെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പാർക്കിന്റെ ഉദ്ഘാടനവും റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ നിർവഹിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ഓഗസ്റ്റ് 11 ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. സമയം കൂടുതൽ വ്യക്തമായി അടുത്ത ദിവസം നമ്മൾ അറിയിക്കുന്നതാണ്. പട്ടാമ്പി പാർക്കിന്റെ മറ്റു സൗകര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സൗകര്യവും മറ്റു സംവിധാനങ്ങളുമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇത് അടുത്തത് കൂടുതൽ റൈഡുകളും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോളുകൾ, മറ്റു അനുബന്ധമായ കാര്യങ്ങൾ ഒക്കെ തന്നെ ഉൾപ്പെടുത്താനും പാലക്കാട് ജില്ലയുടെ ടൂറിസം സാധ്യതയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ വിഭവങ്ങൾ, അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കുടുംബശ്രീ ആവാം, അതോടൊപ്പം നമ്മുടെ ആദിവാസി മേഖലയിൽ നിന്നുണ്ടാക്കുന്ന സംവിധാനങ്ങളാകാം, അതൊക്കെ ഇടയ്ക്കിടക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വേദി കൂടിയാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ഉദ്ദേശമുണ്ട്. ഭാരതപ്പുഴ സൗന്ദര്യവൽക്കരിക്കുകയും മാലിന്യം തള്ളാതിരിക്കാനുള്ള ഒരു കാര്യം കൂടി